ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് സെൻസസ് മിഡ് ക്യാപ് 50 ക്രൂഡ് ഓയിൽ പ്ലസ് എൻജി എല്ലാത്തിൻ്റെ അനാലിസിസ് ചെയ്യും. ബട്ട് ഷോർട്ട് അനാലിസിസ് ആയിരിക്കുള്ളൂ. കുറച്ച് ബിസിയാണ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി മാത്രം. ഒത്തിരി പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റും ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബിസിയാണ്. വീഡിയോ ഇരിക്കട്ടെ, വേഗം നമുക്ക് നിഫ്റ്റി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി അന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ബ്രേക്ക് ഔട്ട് ആൻഡ് ദെൻ പ്രൈസ് മുകളിലേക്ക് ഗ്യാപ്പ് അപ്പ് ആൻഡ് ദെൻ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഒരു സപ്പോർട്ടാണ് കണ്ട. ഈ ലാസ്റ്റ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത ഈ ലെവൽ സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് സെവൻ സ്റ്റിൽ തന്നെയാണ് ഇത്. ഓക്കെ, സോ നമുക്ക് ഇനി ബാക്കി ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യുന്നില്ല. സ്മോൾ ടൈം ഫ്രെയിം വീണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു കമൻറ്റ് സെക്ഷനിൽ. ദറ്റ് മീൻസ് പ്രൈസ് തേർഡിലാണോ ഫോർത്തിലാണോ ഇങ്ങനെ. ബിഗർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ 5-ലാണ്. ബിഗർ ടൈം ഫ്രെയിം 5-ലാണ്. പിന്നെ ഒരാളുടെ കമൻറ്റ് ആയിരുന്നു പ്രൈസ് മറ്റേ ഇത് ഫിഫ്ത്ത് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ടോ. ഓക്കെ, ഫിഫ്ത്ത് ഫെയിലിയറുടെ കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുക, റൈറ്റ്? ഇപ്പോൾ 81.20% എക്സാക്ട്ലി കിട്ടി. ഓക്കെ, ഇനി പ്രൈസ് ഫിഫ്ത്ത് ഫെയിലിയറുടെ കൺഫർമേഷൻ കിട്ടുന്നത് ഈ 23.60%, റൈറ്റ്? ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റും ഫിഫ്ത്ത് ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ റിജക്ഷൻ എടുക്കുന്നു, ഓക്കെ, റൈറ്റ് ആണ്. ബട്ട് പ്രൈസ് ഇതിൻ്റെ ബിലോ പ്രൈസ് 23.60%, ദാറ്റ് മീൻസ് 23,986 ഇതിൻ്റെ ബില്ല് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൈസ് ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഫെയിലിയർ അല്ല. പിന്നെ ഇനി പ്രൈസ് ഫിഫ്ത്തിൽ ആൻറ്റേർഡ് ആയി, കാരണം 81.20% ടച്ച് ചെയ്തു. സോ പ്രൈസ് ഫിഫ്ത്തിൽ ആൻറ്റേർഡ് ആയിരുന്നു പറയാം. പെർഫെക്റ്റ്ലി ആൻറ്റേർഡ് ആവുന്നത് എപ്പോഴും 100%ൻ്റെ ഈ റേഷ്യോ അബവ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഫിഫ്ത്തിൻ്റെ നമ്മൾ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സോ ഫിഫ്ത്തിൻ്റെ കൗണ്ട് എങ്ങനെയാണ്? ഇത് 1, ഇത് 2, ഇത് 3. സ്റ്റിൽ 3 ആണ്. 3യുടെ അകത്തുള്ള മൂവ്സ് ആണ്, ഓൺ ഗോയിങ് ആണ്. 3 കംപ്ലീറ്റഡ് അല്ല, 3യുടെ അകത്ത് തന്നെയാണ്. 3യുടെ ഇൻറ്റർണൽ മൂവ്സ് മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ, റൈറ്റ്? സോ 3 ആയിരിക്കും, ദെൻ 4 ആയിരിക്കും, ദെൻ 5th ആയിരിക്കും. ബട്ട് ഇപ്പോൾ 3യുടെ അകത്ത് എത്ര മൂവ്സ് ഉണ്ടാവാറുണ്ട്? 5 മൂവ്സ്, റൈറ്റ്? സോ 3യുടെ അകത്ത് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ പറയുന്നത് പഴയ വീഡിയോസ് മസ്റ്റായിട്ട് കാണണം, അപ്പോഴേ എനിക്ക് ക്ലിയർ ആവുള്ളൂ. ലേണിംഗ് വീഡിയോസ് കാണണം. ഞാനതല്ല പറയാം. കമൻറ്റ് സെക്ഷനിൽ ആ ഫോൾഡറിൽ ഞാൻ പിന്നെ ചെയ്തേക്കാം. ആ പഴയ വീഡിയോസ് കാണുവാണെങ്കിൽ അപ്പോഴേ ആ ലേണിംഗ് വീഡിയോസിൽ നമുക്ക് ക്ലിയറിറ്റി കിട്ടും. ഒരു ഇമ്പൾസിൽ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസാണ്, റൈറ്റ്? ഈ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസാണ്. ഇമ്പൾസിൽ മോസ്റ്റ്ലി ചാൻസസ് പ്രൈസ് 5 മൂവ് തരും, റൈറ്റ്? 5 മൂവ് തരും. സോ തേർഡിൻ്റെ അകത്ത് 5 മൂവ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഇത് 1, ഇത് 2. ഓക്കെ, സ്റ്റിൽ ഐ തിങ്ക് ഇത് തേർഡാണ്. പിന്നെ ഇതിൻ്റെ ഫോർത്ത് മേ ബി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫോർത്ത് ആൻഡ് ദെൻ ഫിഫ്ത്ത്, അല്ലെങ്കിൽ ഫോർത്ത് ഇവിടെ തന്നെ തീരാനുള്ള ചാൻസസ് ഉണ്ടോ? അത് നമുക്കിപ്പോൾ നോക്കാം, ഡിസ്കസ് ചെയ്യാം, റൈറ്റ്? സോ ബിഗർ ടൈം ഫ്രെയിമിൽ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ മനസ്സിലാക്കി എടുക്കാം. സോ നമ്മൾ ഇപ്പോൾ റീഡ് ചെയ്യണത് ഇതാണ് ഇല്ലിറ്റ് സ്റ്റോറി. അത് അപ്പോഴാണ് നിങ്ങൾക്ക് അത് എക്സാക്ട്ലി പഠിക്കാൻ പറ്റുള്ളൂ. ഓർ ഇൻ ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്ക് മറ്റേ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറെൻറ്റ് ടൈംസിൽ ഏത് ചാർട്ട് വേണമെങ്കിൽ ചെയ്യാം. സ്റ്റോക്സ് ആയാലും ഇൻഡെക്സ് ആയാലും എല്ലാത്തിനും എവിടെ വേണമെങ്കിൽ ഫോറക്സിൽ എവിടെ വേണമെങ്കിൽ ചെയ്യാം, കേട്ടോ? സോ മസ്റ്റായിട്ട് അത് പഠിക്കുക. ഓക്കെ, സോ ഫോർത്ത് മാക്സിമം ഓവറോൾ സ്ട്രക്ചറുടെ 1, 2, 3, 4, 5 ഓവറോൾ ഈ സ്ട്രക്ചറുടെ 50% വരാവുള്ളൂ. സോ ഞാൻ ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേത് സോ 50% ചെയ്താണ് നമ്മൾ വരുന്നത് 24,180. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സപ്പോർട്ട് നാളത്തേക്കുള്ള. ഓക്കെ, ഈ നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ എങ്ങനെയാണ് നോക്കണം. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ എങ്ങനെ നോക്കണം. ആൻഡ് ദെൻ ഈ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഈ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സോ നമുക്ക് ഈ 38.20% ആൻഡ് ഈ 50% വരെ പ്ലേ ചെയ്യാം. ഓക്കെ, സോ ഈ ഫിഫ്ത്ത് വേവ് ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇൻറ്റേർണൽ ഫിഫ്ത്ത്, ഓക്കെ, ഇൻറ്റേർണൽ ഫിഫ്ത്ത് ആണ് സ്റ്റിൽ നടക്കുന്നത്, ഇൻറ്റേർണൽ ഫിഫ്ത്ത്. സോ 1, 2, 3, 4 ആൻഡ് ദെൻ ഇതിൻ്റെ ഇൻറ്റേർണൽ ഫിഫ്ത്ത് ആണ്. പിന്നെയാണ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഫോർത്തും വരുള്ളൂ. ഇത് സ്റ്റിൽ കംപ്ലീറ്റഡ് അല്ല, റൈറ്റ്? പിന്നെ വേറൊരു കാര്യം, ഈ ഫോർത്ത് വേവ് സം ടൈംസ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവിടെ വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അതായത് കൺഫ്യൂസ് ആവില്ല, കേട്ടോ? സം ടൈംസ് എന്ത് ചെയ്യും അവർ? പ്രൈസ് ഇവിടെ വരെയൊക്കെ ഈ ലൈൻ, സപ്പോർട്ട് ലൈനൊക്കെ ട്രെൻഡ് ലൈൻ ഇതൊക്കെ വരച്ച് വെച്ചേക്കണം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒത്തിരി ട്രാപ്പ് നടക്കുന്നുണ്ട്. മാർക്കറ്റ് വോളറ്റൈലാണ്, ഡിഫറെൻറ്റ് ടൈപ്സാണ് മാർക്കറ്റാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അനാലിസിസ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ഓവറോൾ ഇതാവില്ല, ട്രാപ്പ് ആവരുത്, കൺഫ്യൂസ് വരേണ്ട. പിന്നെ യെസ്, ഇത് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ നമുക്കിത് ഇത് ചെയ്യാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സോറി, സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ നമ്മുടെ 50% ആയിരുന്നു, റൈറ്റ്? 1, 2, 3 സപ്പോർട്ട് 24,180 ആയിരുന്നു നമ്മുടെ ഈ സപ്പോർട്ട് 1 മിനിറ്റ് ടൈം ഫ്രെയിം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ,
ഇനി ആണ് നമുക്ക് നോക്കാനുള്ളത് ഇൻ കേസ് ഫെയിലിയർ ആണോ, ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പോവാണോ, അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടല്ലോ. സോ എന്താവാം, ഈ ബിഗർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ലോ 24,000 ആണ് വരുന്നത്. ഈ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഇതിൻ്റെ ബിലോ ഇനി പ്രൈസ് പോകാനേ പാടില്ല. ഇതിൻ്റെ പ്രില്ലോ പ്രൈസ് 1 hour ടൈം ഫ്രെയിമിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് ബിഗർ ടൈം ഫ്രെയിമിൽ 4th ലോ അടിച്ചിട്ടില്ല, പ്രൈസ് ഈ ലോവും പിന്നെ ബ്രേക്ക് ഇതിൻ്റെ ബിലോ തന്നെ പിന്നെ പ്രൈസ് പറയാനുള്ള ചാൻസസ് ഉണ്ടാകും. മനസ്സിലായോ? ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നില്ലെങ്കിൽ ചിലപ്പോൾ ട്രാപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഓക്കെ, സോ പ്രോപ്പർ ആണെങ്കിൽ പ്രൈസ് നാളെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് കയറും. ഇൻ കേസ് ബിയറിഷ് ആവാനാണെങ്കിൽ 24,000 ഈ ലോ, ഓക്കെ 2 ലോ ആണ് ഞാൻ പറയുന്നത്, 2 ലോ. സോ അത് തേർഡിൻ്റെ ടു അല്ലേ ഇത്, 1 2 3 4 and 5 റൈറ്റ്. തേർഡിൻ്റെ 2 ആണ്. തേർഡിൻ്റെ 2 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബിലോ 1 hour സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഞാൻ ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടെ. ക്രൂഡ് ഓയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തായിരുന്നു. നത്തിങ് ഒരു ചേഞ്ചസ് ഇല്ല. ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് മേ ബി പ്രൈസ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ക്രൂഡ് ഓയിൽ നമ്മൾ റീഡ് ചെയ്യുന്നത് 1 2 3 ഇത് 4, മേ ബി 4th ഈ ലോ ബ്രേക്ക് ചെയ്താൽ മേ ബി 4th വീണ്ടും ചിലപ്പോൾ ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും കേട്ടോ. 4 and then വീണ്ടും 5th അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും റൈറ്റ്. 4th ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് 5th എൻറ്റേർഡ് ആയി. ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും 4th അടുത്തും A B and വീണ്ടും C മോളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതന്നെ A B C and then ഇത് B, അതാണ് പ്രശ്നം. ഇതാണ് നമ്മൾ ട്രാപ്പ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട. 81.20% കറക്റ്റ്ലി പ്രൈസ് പോക്കുന്നത്. സോ എന്ത് ചെയ്യും, ചിലപ്പോൾ A B and വീണ്ടും C മോളിലേക്ക് കൊണ്ടുപോകും. ഇത്ര വരെ അവിടെ വരെ അത് പ്ലേ ചെയ്യണം. 5 moves ആണ് പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, ബട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് തന്നെയാണ്. അത് പിന്നെ 127.20%, 161 അങ്ങനെയൊക്കെ താഴേക്ക് നമുക്ക് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാക്കും. നാച്ചുറൽ ഗ്യാസ് പോകാം. NG പെർഫെക്റ്റ്ലി അവിടെ തന്നെ റെസിസ്റ്റൻസ് എടുക്കുന്നു. ആൻഡ് NGയുടെ ഫർദർ സപ്പോർട്ട്സ് ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. NGന് ഇതാണ് ഇപ്പോൾ സപ്പോർട്ട്. NG ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് NGയിലേക്ക് കിട്ടും. ഓക്കെ, ഐ തിങ്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. NGയിൽ 1 2 3 4 NGയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 50%, 61.80% സപ്പോർട്ട് കൂടിയുണ്ട് ഇവിടെ. ഓക്കെ, സോ മാക്സിമം ഇത്ര വരെ NG വരാവുള്ളൂ. ഇൻ കേസ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് NGയിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. നിഫ്റ്റി BNF എനിക്ക് പറയാനുള്ള അതിൻ്റെ ഫുള്ള് ബിഗർ ടൈം ഫ്രെയിം ഉണ്ട്, ബട്ട് എനിക്ക് നേരില്ല. ബിഗർ ടൈം ഫ്രെയിമിലെ അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ തിങ്ക്, അല്ലെങ്കിൽ അപ്കമിങ് ടൈമിൽ ഞാൻ ചെയ്യാം. സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് BNF ഐ തിങ്ക് അപ്കമിങ് ടൈം നല്ലൊരു മൂവ് തരാൻ പോകട്ടോ BNF, ബട്ട് ക്ലോസിങ് ഡിപ്പെൻഡാണ്. ഇപ്പോൾ 1 2 യെസ് ABC ഇന്ത്യൻ സ്ട്രക്ചർ ഓൺ ഗോയിങ് ആണ്. BNFന് 161.80% പെർഫെക്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ എടുക്കുന്നു. 141.80%. സോ A B and C സീരീസ് 1 2 3 4 and 5 കണ്ട ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ ഇവിടെ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ BNF ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ബിലോ ഓക്കെ, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീക്ക്നെസ് ആയിരിക്കും. ഓക്കെ, ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ BNF വീണ്ടും സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് തന്നെ ഡയഗണൽ ഉണ്ടാക്കും. അത് ഇങ്ങനെ ഡയഗണൽ ഉണ്ടാക്കും, ഇത് ഇങ്ങനെ. ഓക്കെ, അത് നോക്കണം. ഓപ്പണിങ് എങ്ങനെയാണ് അതിൽ ഡിപ്പെൻഡ് ആയിരിക്കും കേട്ടോ. ഓപ്പണിങ് നോക്കണം കേട്ടോ BNFൽ. ഓക്കെ, എന്നിട്ട് BNFൽ പിന്നെ നമുക്ക് പറയാം ബിഗർ ടൈം ഫ്രെയിമിൽ. ബിഗർ ടൈം ഫ്രെയിം ഭയങ്കര ബുള്ളിഷ് ആവുന്നത് ഇതിൻ്റെ അപ്പമാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പം അത് ആ സിനാരിയോയിൽ ഇത് 1 ഇത് 2 ഇത് തേർഡിൽ എൻറ്റേർഡ് ആവും. തേർഡ് മേജർ ഡിഗ്രിയിൽ എൻറ്റേർഡ് ആവും BNF. പറയാട്ടോ, അനാലിസിസ് നമുക്ക് ഷെയർ ചെയ്യാം അപ്കമിങ് ടൈമിൽ. സെൻസെക്സിൽ പോകാം. സെൻസെക്സ് നമ്മൾ ഇന്നലെ വീഡിയോ ഞാൻ എന്താ ഷെയർ ചെയ്തായിരുന്നു, പ്രൈസ് 1 2 3 സെൻസെക്സിലായിരുന്നു ലിഫ്റ്റിലായിരുന്നു. ബോത്തിന് ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അത് കഴിഞ്ഞ് സൈഡ് ഫുൾ ടൈം പാസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കൺസൾട്ടേഷൻ ഇന്നത് തന്നെയാണ് ഇപ്പോൾ അത് കാണിച്ചത്. തേർഡിൻ്റെ ഹൈ അടിച്ച് ഫുൾ കൺസൾട്ടേഷനാണ്. അതാണ് സെൻസെക്സ്. ഒരു ദിവസം മുന്നേ നമുക്ക് അറിയാൻ പറ്റും തേർഡിൻ്റെ ഹൈ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോർത്തിൻ്റെ എന്തായിരിക്കും അവസ്ഥ. കാരണം സെക്കൻഡ് ഷാർപ്പായിരുന്നു, സോ ഫോർത്ത് കൺസൾട്ടേഷൻ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സപ്പോർട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് മാറി, അത് ഗ്രീനാക്കി മാർക്ക് ചെയ്യുക സെൻസെക്സിൻ്റെ. ആൻഡ് ഇത് നമ്മുടെ ഇവിടെ ആയി.
ഓക്കെ, നമ്മുടെ മേജർ സപ്പോർട്ട്. യെസ്, ഓക്കെ. പിന്നെ ഈ ലെഗിൻ്റെ 50% സെൻസെക്സിൽ ഇനി ഇതാണ് 38.20% ആൻഡ് 50% സെൻസെക്സിൻ്റെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സെൻസെക്സിൻ്റെ. അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. പ്ലീസ് എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ പ്രൈസ് മോഡലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ്, കയറിപ്പോട്ടാണ്. ഓക്കെ, സീനിയർ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ താങ്ക് യു.